സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ സുനോദോസ് പറയുന്ന വാക്കിതാണ്: യൂക്കറിസ്റ്റ് ഇസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവന്റെ ഉറവയും ഉച്ചയുമാണ്. അവിടുന്നാണ് എല്ലാ ശക്തിയും നിർഗളിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ മാമോദിസ മുങ്ങി സൈരലേപനം സ്വീകരിച്ചതിന് ശേഷം, അവിടുത്തെ വചനം കേട്ട് സന്തോഷിച്ചതിന് ശേഷം കർത്താവിനെ അനവരതം സന്തോഷത്തോടുകൂടി ബലിയർപ്പിക്കുവാൻ വേണ്ടി, കുർബാന അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറഞ്ഞു. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്ന ആ സംഭവം തന്നെ ഇവിടെ അനുഭവിക്കുന്ന ഒരു മുന്നാസ്വാദനമാണ്. സ്വർഗത്തിൽ അനവരതം ദൈവത്തെ മാലാഖമാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, പിതാക്കന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, മാതാവ് അവിടെയുണ്ട്, അപ്പസ്തോലന്മാരുണ്ട്, പുണ്യവാന്മാരും പുണ്യവതികളുമുണ്ട്. സ്വർഗവാസികളും മുഴുവനും ദൈവത്തെ മുഖാഭിമുഖം കണ്ടു ദൈവത്തെ അനവരതമായി സ്തുതിച്ചുകൊണ്ടിരുന്ന മഹനീയമായ സംഭവം. അതിൻ്റെ ചെറിയ ഒരു അറിവൊക്കെ നമുക്ക് ലഭിക്കുന്നത് വെളിപാട് പുസ്തകം വായിച്ചാൽ കാണാൻ സാധിക്കും. മഹോന്നതമായ സിംഹാസനത്തിലിരിക്കുന്നവനായ ദൈവം. പഴയ നിയമത്തിലെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. ദൈവം മഹോന്നതമായ സിംഹാസനത്തിലിരിക്കുന്നു, അവൻ്റെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ദേവാലയം നിറഞ്ഞു നിൽക്കുമ്പോൾ 6 ചിറകുള്ള മാലാഖമാർ ചുറ്റും നിന്നുകൊണ്ട് നിൽക്കുന്നു. 2 ചിറകുകൊണ്ട് മുഖം മറച്ചിരിക്കുന്നു, 2 ചിറകുകൊണ്ട് കാലുകൾ മറച്ചിരിക്കുന്നു, 2 ചിറകുകൊണ്ട് അവർ പറന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവർ ഉദ്ഘോഷിക്കുന്ന വലിയ സ്വരം: പരിശുദ്ധൻ, 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 ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു, പരിശുദ്ധൻ. വാനമേഘങ്ങളും ഭൂസ്വർഗങ്ങളും നിറഞ്ഞിരിക്കുന്നു അവിടുത്തെ സ്തുതികളാരി എന്ന് പറഞ്ഞു നിരന്തരം അവിടുത്തെ സ്തുതിക്കുന്നു. മിന്നൽ പിണറുകളും മനോഹരമായിട്ടുള്ള അനുഭവമാണ്. അത് കണ്ടിട്ട് ഭൂമി മുഴുവൻ കിടുകിടാ വിറച്ചു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായവും 19-ാം അധ്യായവും നിങ്ങൾ വായിക്കണം. എത്ര മനോഹരമായ സ്വർഗീയമായ ദർശനങ്ങൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്രകാരമുള്ള അനുഭവം നമുക്ക് കുർബാന ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് നമുക്ക് ഒരു രീതിയിൽ ഈ ഭൂമിയിൽ നമുക്ക് ആവതോളം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈശോയുടെയും പിതാവിൻ്റെയും പുത്രൻ ആസ്ഥാനമായ വിശുദ്ധ ബലിപീഠവും ഈശോയുടെ സ്ഥാനപതിയായ കാർമികൻ വലിയ മനോഹരമായ വലിയ കാപ്പയൊക്കെ ഇട്ട് വരുന്നത് എന്തിനാണെന്നറിയാവോ? ചിറകൊണ്ട് പറക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ കുർബാന ഇത്രമാത്രം വലിയൊരു കാപ്പ കുർബാന അർപ്പിക്കുന്ന അച്ഛന് കൊടുക്കാൻ കാരണം അച്ഛൻ ഇവിടെ പരികർമ്മം ചെയ്യാൻ പോകുന്ന രഹസ്യം അതുമാത്രം വിശാലമാണ്. നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ വിശാലമാണെന്ന് ദ്യോതിപ്പിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ കാപ്പയിട്ടുകൊണ്ട് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് സന്തോഷത്തിൽ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളത് പഠിക്കണം. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സ്വർഗീയമായ അനുഭവം നമ്മുടെ സ്വർഗസ്നാപി പിതാവേചനും പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ട്. അതിനുള്ള കാരണം മാലാഖമാർ ദൈവത്തെ അനവരതം സ്തുതിക്കുന്നതാണ്. അങ്ങനെ ആത്മശരീര പവിത്രതയോടുകൂടി ഒരുങ്ങി വരുന്നവർക്ക് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ അനുഭവമാണ്. ഈ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ ജീവനാണ്. നമുക്ക് കുർബാനയില്ലാതെ ജീവിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ ചാച്ചന്മാരും അമ്മച്ചിമാരും ദീർഘദൂരങ്ങൾ പന്തവും പിടിച്ചുകൊണ്ട് പലകാല കുർബാന അർപ്പിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ദൂരദേശങ്ങളിലേക്ക് നടന്നു പോകുമായിരുന്നു, കഷ്ടപ്പെട്ടും പോകുമായിരുന്നു. അതിനുള്ള കാരണം എന്താ? കുർബാന അത്രമാത്രം ശ്രേഷ്ഠമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശ്രേഷ്ഠമായെന്ന് ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം. കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ നടന്ന ഏറ്റവും വലിയ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം അത് 8-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലഞ്ചാനോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നതാണ്. റോമിൽ നിന്ന് 4 മണിക്കൂർ കിഴക്കോട്ട് ബസ്സിൽ യാത്ര ചെയ്താൽ എത്താൻ പറ്റുന്ന സ്ഥലമാണ് ലഞ്ചാനോ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ അവിടെ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യമായി ഞാൻ റോമിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ഉദ്ദേശം ഈ ലഞ്ചാനോ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണമെന്നായിരുന്നു. എന്താ കാരണം എന്നറിയാവോ? 8-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു സന്യാസാശ്രമത്തിൽ ഒരു അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലത്തീൻ റീത്തിൽപ്പെട്ട അച്ഛനാണ് ലത്തീൻ കുർബാന അർപ്പിക്കുന്നത്. അന്നത്തെ കാലത്തും ലത്തീൻകാർ പോലും കുർബാന അർപ്പിക്കുന്നത് ആൾക്കാരോട് തിരിഞ്ഞുകൊണ്ടാണ്. ഈ അച്ഛൻ വലിയ പണ്ഡിതനാണ്. പക്ഷെ പണ്ഡിതനാണെങ്കിലും വിശുദ്ധ കുർബാനയിൽ ഉള്ള കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് നല്ല വിശ്വാസമൊന്നുമില്ല. എന്തെന്നറിയാവോ? അവിടെ നടക്കുന്ന വലിയ രഹസ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. പ്രിയമുള്ളവരെ, ഇത് ഓസ്തിയാണ്. ഇത് ഗോതമ്പിൻ്റെ അപ്പം കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തയ്യാറാക്കിയതാണ്.
ഇപ്രകാരമുള്ള അതിന് പ്രത്യേകിച്ച് ചേരുവയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ആക്കണമെന്നാണ് നമ്മുടെ സഭയുടെ നിയമമൊക്കെ. അങ്ങനെ ആക്കിയതാണ്. വെറും ഗോതമ്പിൻ്റെ അപ്പം മാത്രമാണ്, വേറെ ഒന്നും ഇതില്ല, വേറെ ഒന്നുമില്ല ഇതിങ്ങനെ വട്ടത്തിലിരിക്കുന്നു. ഇതിൻ്റെ ഈ അടയാളം ഒരു അച്ചലുള്ളതാണ്. ഇത് IHS എന്നുണ്ട്, ഈശോ എന്ന് അർത്ഥമുള്ളതാണ്. അപ്പോൾ ഈ ഓസ്തി ഇപ്പോൾ വെറും ഓസ്തിയ, വെറും അപ്പ, ഇത് വെറും ഗോതമ്പപ്പ. എന്നാൽ കുർബാനയുടെ കൂദാശ വചന സമയത്ത്, കുർബാനയുടെ സമയത്ത് ഈ ഓസ്തി ഈശോയുടെ ശരീരമാകും എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ല, അതാണ് സത്യം. അതുപോലെ തന്നെ വീഞ്ഞുമുണ്ട്, മുന്തിരിങ്ങ ആട്ടിയെടുത്ത വീഞ്ഞുണ്ട്. അത് വെറും മുന്തിരിച്ചാറ് തന്നെയാണ്. അത് ഈശോയുടെ രക്തമായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് സത്യമാണ്. അപ്പം ഞങ്ങൾ ഈ പാട്ടയിലിരിക്കുന്ന ഈ ഓസ്തി ഇത് എടുത്തിട്ട് കുർബാനയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഈ ഓസ്തിയുടെ നിറത്തിന് യാതൊരു വ്യത്യാസവുമില്ല. കളറിന് there is no difference in color, there is no difference in order, there is no difference in taste, there is no difference in weight. ഈ കളറിന് വ്യത്യാസമില്ല, രുചിക്ക് വ്യത്യാസമില്ല, തൂക്കത്തിന് വ്യത്യാസമില്ല, ഷേപ്പിന് വ്യത്യാസമില്ല. അപ്പോൾ ഈ കുർബാനയ്ക്ക് മുമ്പും അതിനുശേഷം ഇതിനൊരു വ്യത്യാസമില്ല. അപ്പോൾ എങ്ങനെ ഇത് ഈശോയുടെ ശരീരമാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നത് എന്ന് ന്യായമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ സാധാരണ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് അങ്ങനെ ഒരു അനുഭവം അല്പം കുറവാണ്. കാരണം ഞങ്ങളെപ്പോലെ നിങ്ങൾ കയ്യിലെടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ സംശയിക്കുക, ഈ അച്ഛന് സംശയമായിരുന്നു, ഇത് ശരിയാണോ, ഇത് കുർബാനയ്ക്ക് ശേഷം അല്ലേ ഒരുപോലെ തന്നെ ഇരിക്കുന്നു, ഇത് ഈശോയുടെ ശരീരമാകുമോ, വിശ്വസിക്കാൻ പറ്റുമോ? അത് വിശ്വസിക്കാൻ പറ്റും. അച്ഛൻ ഒത്തിരി പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അച്ഛൻ നല്ല അനുസരണയുള്ള ആളായതുകൊണ്ട് സഭയോടുള്ള അനുസരണയെ പ്രതി അച്ഛൻ ഭക്തിയോട് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുർബാന അർപ്പിക്കുന്ന വേളയിൽ അച്ഛൻ ഓസ്തിയെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഈ ഓസ്തി ഒരു കഷ്ണം പച്ച മാംസമായി മാറി. രക്തമൊലിക്കുന്ന മാംസം അച്ഛൻ്റെ കയ്യിലൊക്കെ രക്തമായി. വീഞ്ഞെടുത്ത് ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ ആ വീഞ്ഞും പച്ച കട്ട രക്തമായി മാറി. അച്ഛൻ്റെ കയ്യിലൊക്കെ രക്തം ആയി. അച്ഛന് ഈ സംഭവം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛൻ കരയാൻ തുടങ്ങി. അച്ഛൻ തിരിഞ്ഞിട്ട് ആളുകളോട് തിരിഞ്ഞ് പറഞ്ഞു, പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നിങ്ങൾ വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. പള്ളിയിൽ അധികം പേര്, ചെറിയ ചാപ്പലായിരുന്നു, അധികം പേരൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവർ കയറിയപ്പോൾ അവരിത് കണ്ടു. അവരും കരയാൻ തുടങ്ങി. അവർ പുറത്തിറങ്ങി പറഞ്ഞു. വലിയ വാർത്തയായി. ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു കാണാൻ തുടങ്ങി. AD 750 ലഞ്ചാനോട് നടന്ന സംഭവമാണ്. ആ മാംസവും രക്തവും അത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പോയി എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആയിരങ്ങൾ അവിടെ കാണാൻ വേണ്ടി വരുന്നു. മാർപ്പാപ്പന്മാർ വരുന്നു, വലിയ ആളുകളെല്ലാം വരുന്നു. ഈ അപ്പവും വീഞ്ഞും അവിടെ, മാംസവും രക്തവും അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 12 നൂറ്റാണ്ടായി. 1250 വർഷമായി. ഇപ്പോഴും അത് പച്ചയായി ജീവനോടെ അവിടെ ഉണ്ട്. 1972 ഇതിനെക്കുറിച്ച് ശരിയായ ഒരു പഠനം നടത്തുവാൻ വേണ്ടി ലോകപ്രസിദ്ധരായ 5 ശാസ്ത്രജ്ഞന്മാരെ മാർപ്പാപ്പ നിയമിച്ചു. ലോകപ്രസിദ്ധരായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ മെഡിസിൻ പഠിക്കുന്നവരൊക്കെ നിങ്ങളുണ്ടാവാം, ഈ മനുഷ്യൻ്റെ അവയവങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്താൻ കഴിവുള്ള ആളുകൾ, ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ്, ലോകപ്രസിദ്ധരായിട്ടുള്ളവർ. അവരിതിനെക്കുറിച്ച് നടത്താവുന്ന ടെസ്റ്റുകളെല്ലാം നടത്തിയതിനു ശേഷം they came out with the following conclusions, 5 conclusions. ഈ താഴെ പറയുന്ന 5 നിഗമനങ്ങളുമായി അവർ പുറത്തു വന്നു. ഒന്നാമത്തെ നിഗമനം, ഇത് യഥാർത്ഥ മാംസവും രക്തവുമാണ്. രണ്ടാമത്തേത്, ഇത് മനുഷ്യൻ്റെ മാംസവും രക്തവുമാണ്. മൂന്നാമത്തേത്, ഈ മാംസം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഈ രക്തം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ത്രസിക്കുന്ന രക്തമാണ്. അടുത്ത നിഗമനം, ഈ മാംസത്തിലുള്ളതും രക്തത്തിലുള്ളതും രണ്ടിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാണ്, AB പോസിറ്റീവ്. ഇത് മാംസം തന്നെയാണ്, മനുഷ്യൻ്റെ മാംസമാണ്, മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാഗമാണ്, ഹൃദയത്തിൽ ത്രസിക്കുന്ന രക്തമാണ്. ഇതിന് രണ്ടിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാണ് എന്ന് പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാർ അർത്ഥസംഖ്യ കൂടാതെ അവർ പറഞ്ഞു. അതിനുശേഷം അവർ പിന്നെ പറഞ്ഞ വേറെ 2 കാര്യങ്ങൾ എന്താണെന്നറിയാവോ? 12 നൂറ്റാണ്ടായിട്ട് ഈ മാംസവും രക്തവും അഴിയാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്, അതാണ് വലിയ അത്ഭുതം. നമുക്കറിയാം, നമ്മളൊക്കെ മരിച്ചാൽ
24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ചില ബുദ്ധിമുട്ടാണ്. ഇപ്പം പിന്നെ ഈ മൊബൈൽ മോർച്ചറിക്ക് ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ വെറുതെ ഇഫ് ഇറ്റ് ഈസ് എക്സ്പോസ് ടു ഓർഡിനറി വെതർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇറ്റ് വിൽ ബി സ്റ്റാർട്ട് ഡിക്കേയിങ്. അത് പിന്നെ അഴിയാൻ തുടങ്ങും. പിന്നെ ഭയങ്കര എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും ഈ ദുർഗന്ധം വരുമ്പോൾ നമ്മൾ മാറിപ്പോകും. അപ്പനാണെങ്കിലും കൊള്ള, അമ്മയാണെങ്കിലും കൊള്ള, സഹോദരങ്ങളെ, ഭാര്യയാണ്, ഭർത്താവാണെങ്കിലും, ചേട്ടനാണ്, ചേച്ചി, നമ്മളിട്ട് മണക്കാൻ തുടങ്ങും. 1250 വർഷമായിട്ടും ഈ മാംസവും രക്തവും അഴിയാതെ അവിടെ ഇരിക്കുന്നുണ്ട് തന്നെ. തന്നെയുമല്ല, നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വേറൊരു സയൻറ്റിസ്റ്റിനെയും ഡോക്ടേഴ്സിനെയും ഞെട്ടിപ്പിക്കുന്ന വേറൊരു കൺക്ലൂഷൻ അവർ പറഞ്ഞത്, ഈവൻ നൗ, ഈവൻ ടുഡേ there are living cells in this flesh. ഇപ്പോഴും ഈ മാംസത്തിലെ ഈ രക്തത്തിലും ജീവനുള്ള സെല്ലുകളുണ്ട്. 12 നൂറ്റാണ്ടായിട്ടും ഇപ്പോഴുമുണ്ട്. അത് വെറുതെ വലിയ ഒരു സംവിധാനമൊക്കെ ചെയ്തു വെച്ചിട്ടില്ല. അരളിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതിലിപ്പോഴും 12 നൂറ്റാണ്ടായിട്ട് ജീവനുള്ള സെല്ലുകൾ അതിനകത്തുണ്ട് എന്നാണ്. ഈ മാംസവും രക്തവും അവിടെ ഇരിക്കണമെന്ന് തന്നെ ഏതാണ്ട് ദൈവത്തിൻ്റെ ഒരു പരിപാലനമുള്ളതുപോലെയാണ് തോന്നുന്നത്. അതായത് ഈ 12 നൂറ്റാണ്ടിനിടയ്ക്ക് ലോകത്തിൽ ഒത്തിരിയേറെ സംഭവവികാസങ്ങളുണ്ടായി. യുദ്ധങ്ങൾ പലതും നടന്നു. ഒരിക്കലും വലിയൊരു യുദ്ധം നടക്കുകയാണ്. ശത്രു സൈന്യം ഈ ലഞ്ചാനോ ഗ്രാമത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ? ഇത് പള്ളി ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മാംസവും രക്തമൊക്കെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഇതൊരു സുരക്ഷിതമായ സ്ഥലത്ത് വെക്കാം എന്ന് ഓർത്തുകൊണ്ട് അച്ഛൻ രാത്രിയിൽ ഈ മാംസവും രക്തവും എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചു, ഭക്തിയോട് പിടിച്ചു. എന്നിട്ട് ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി രാത്രി പുറപ്പെട്ടു. രാത്രി മുഴുവൻ നടന്നതിന് ശേഷം പുലർകാലമായപ്പോൾ അവരൊരു വെളിച്ചം കണ്ടു, ഒരു കെട്ടിടം കണ്ടു. ആ കെട്ടിടത്തിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ട് കെട്ടിടത്തിൽ കയറി അവിടെ കൊണ്ടുപോയി വെച്ചു. നേരം വെളുത്ത് നോക്കിയപ്പോൾ അവരെവിടുന്ന് പോയോ അവിടെ തന്നെ. അപ്പോൾ അതൊരു ദൈവ സന്ദേശം വരെ തോന്നി അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇപ്പോഴും 1250 വർഷമാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ മാംസവും രക്തവും. അത് ഹൃദയത്തിൻ്റെ കഷ്ണവും ഹൃദയത്തിലെ ത്രസിക്കുന്ന രക്തവും. അർത്ഥശങ്ക കൂടാതെ അത് മനസ്സിലായ ഒരു കാര്യമാണ്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. ഈ അൾത്താരയിൽ കുർബാനയുടെ വേളയിൽ പ്രത്യക്ഷമായ മാംസവും രക്തവും ആരുടെയാണ്? അച്ഛൻ്റെ ആണോ? അച്ഛൻ്റെ അല്ല. ഈ കുർബാനയിൽ പങ്കെടുത്ത ആളുകളുടെ ആണോ? അവരുടെയുമല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാംസവും രക്തവുമാണ്. അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അൾത്താരയിൽ കർത്താവ് മാംസവും രക്തവും നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ഇതാണ് സത്യമായിട്ടുള്ള കാര്യം. സത്യമായ കാര്യം. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം അതിപ്പോഴും നടക്കുന്നു. എല്ലാ കുർബാനയിലും ഇത് തന്നെയാണ് നടക്കുക. ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം, എൻ്റെ പള്ളിയിൽ ഒരു ദിവസം ഈ അത്ഭുതം നടക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കാം. എൻ്റെ പള്ളിയിൽ ഈ അത്ഭുതം നടക്കട്ടെ, ഞാൻ വിശ്വസിക്കാം എന്ന് നമ്മൾ പറഞ്ഞേക്കാം. സ്നേഹമുള്ളവരെ, നമ്മളെ കർത്താവിനെ ചോദ്യം ചെയ്യാൻ ആരാ? കർത്താവിൻ്റെ കാര്യങ്ങൾ തെളിയിക്കാൻ പറയാൻ നമ്മൾ ആരാ? നമ്മളാരുമല്ല. നമ്മൾ ശാഠ്യം പിടിക്കരുത്. തന്നെയുമല്ല, നമ്മൾ ഇങ്ങനെ ശാഠ്യം പിടിച്ച് കുർബാന വരെ എപ്പോഴും പച്ചമാംസവും രക്തവും പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ പച്ചമാംസവും രക്തവും തിന്നുന്നവരല്ല. നമ്മളത് ഭക്ഷിക്കാതിരുന്നാൽ എന്താ സംഭവം? നമ്മൾ വായിച്ചു കേട്ട് യോഹന്നാന്റെ സുവിശേഷം 6:56 ഈ മാംസം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുന്നവൻ എന്നും ജീവിക്കും. ഇത് ഭക്ഷിച്ചില്ലെങ്കിൽ, ഇത് പാനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും എന്നാണ്. നമുക്ക് മരിച്ചു പോകും. നമുക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇത് മനസ്സിലാക്കിയ ദൈവം എന്താ ചെയ്യുന്നത്? നമുക്ക് ഭക്ഷിക്കാൻ രുചികരമായ ഗോതമ്പപ്പമായി, പാനം ചെയ്യുവാനായി രുചികരമായ മുന്തിരിച്ചാറായി അവിടുന്ന് പ്രത്യക്ഷമാകുന്നു. കർത്താവ് യേശു മിശിഹായുടെ മാംസവും രക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകി. എന്നും നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചേക്കാം. ഇത് ലഞ്ചാനോയിൽ നടന്നതാണ്. റോമിലും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായും പിതാക്കന്മാരും കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ സംഭവിക്കുമോ? ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ കുർബാന ചെല്ലുമ്പോഴും ഞങ്ങളുടെ പിതാവ് കുർബാന ചെല്ലുമ്പോൾ സംഭവിക്കുമോ എന്ന് നമുക്ക് ന്യായമായി ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. എന്താണ് നമ്മൾ യോഗ്യതയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ അച്ഛന്മാർക്കും ആ യോഗ്യത ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും പിന്നെ വ്യാനി പുണ്യാളച്ചന് പാദ്രേ പിയോ ഒക്കെ കുർബാന ചെല്ലുമ്പോൾ സംഭവിക്കുമായിരിക്കും. പക്ഷേ എല്ലാ അച്ഛന്മാരും ചെല്ലുമ്പോൾ അങ്ങനെ സംശയിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്കും തോന്നാം. എന്നാൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുർബാന അർപ്പിക്കുവാനും കുർബാനയിൽ യേശു വരുവാനും തിരുമനസ്സായത് ദൈവമാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്.
കുർബാന അർപ്പിക്കുന്ന അച്ഛൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല, അച്ഛൻ്റെ കുലമഹിമ കൊണ്ടുമല്ല, അച്ഛൻ്റെ വിശുദ്ധി കൊണ്ടുമല്ല, അച്ഛൻ്റെ പാണ്ഡിത്യം കൊണ്ടുമല്ല, അച്ഛൻ്റെ നന്മ കൊണ്ടുമല്ല. അച്ഛൻ്റെ യോഗ്യത കൊണ്ടല്ല ഈശോ അൾത്താരയിൽ വരുന്നത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, കുർബാന അർപ്പിക്കുവാൻ വേണ്ടി യോഗ്യതയുള്ള ഒരു മനുഷ്യക്കുഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. ഒരു മനുഷ്യ വ്യക്തിയും ഇന്ന് ജനിച്ചു, ഒരു മാർപ്പാപ്പായ്ക്കും യോഗ്യതയില്ല, ഒരു മെത്രാനും യോഗ്യതയില്ല, ഒരു അച്ഛനും യോഗ്യതയില്ല, ഒരു മനുഷ്യനും കുർബാന അർപ്പിക്കുവാനുള്ള ആ രീതിയിൽ പറയാനുള്ള യോഗ്യതയില്ല. എന്താ കാരണം? അഖിലാണ്ട മണ്ഡല ശില്പിയായ കർത്താവായ യേശു, മൂലോകങ്ങൾക്കുടയവനായ ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒറ്റവാക്കാൻ സൃഷ്ടിച്ചവനായ ദൈവം, ആ കർത്താവായ ദൈവത്തെ അൾത്താരയിൽ വിളിച്ചു വരുത്തുവാനും ആ കർത്താവിനെ കയ്യിലെടുക്കുവാനുള്ള പരിശുദ്ധി ആർക്കാ പരിശുദ്ധി? ഒരു മനുഷ്യകുലത്തിനുമില്ല, ഒരു മനുഷ്യനുമില്ല. വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള യോഗ്യത ആർക്കുമില്ല, എനിക്കുമില്ല. ആ യോഗ്യത നല്ല തമ്പുരാൻ ഔദാര്യപൂർവ്വം നൽകിയാൽ മാത്രമുള്ളതാണ്. അച്ഛന്മാരും മെത്രാന്മാരും മുട്ടയിൽ നിന്ന് കൈനീട്ടി അത് സ്വീകരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റൂ. പരിശുദ്ധമായ കുർബാന അതർപ്പിക്കുവാനുള്ള യോഗ്യത ആർക്കുമില്ല, കാണുവാനുള്ള യോഗ്യതയും നമുക്കില്ല. ദൈവം തന്നെങ്കിലും മാത്രമേ ഉള്ളൂ. ഇതില് വിശ്വാസത്തോടുകൂടി നോക്കുമ്പോൾ അതിലപ്പുറം വലിയ ഒരു അനുഗ്രഹം നമുക്ക് ഭൂമിയിൽ കിട്ടാനില്ല. ഞാൻ പറഞ്ഞു, ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠവും മഹനീയവുമായിട്ടുള്ള കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതിൽ ഭക്തിയോടെ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണ്? സർവേശ്വരൻ തമ്പുരാൻ അൾത്താരയിൽ വരുന്നു. സർവേശ്വരൻ തമ്പുരാൻ നമ്മളെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. തന്നെയല്ല, അവൻ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കുന്നു. ഇതിന് യോഗ്യത ഒരാൾക്കും യോഗ്യതയില്ല, ആർക്കും യോഗ്യതയില്ല. പക്ഷെ കർത്താവ് നമുക്ക് നൽകുന്നു. ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കർത്താവായ യേശുവിൻ്റെ, പരമപരിശുദ്ധനായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരം എൻ്റെ കയ്യിലെടുക്കുക, അത് രക്തം പാനം ചെയ്യുക, അത് മക്കൾക്ക് പങ്കിട്ട് കൊടുക്കുക. അതിലപ്പുറം ഒരു ഭാഗ്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റുകയില്ല. സ്നേഹമുള്ളവരെ, ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകില്ല. അതിനുവേണ്ടി ഞാനൊരു സംഭവം കൂടെ പറയാം. നടന്ന സംഭവമാണ്. അതായത് 1972 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു. പക്ഷേ ആ യുദ്ധത്തിൻ്റെ കാരണം പാകിസ്ഥാനും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ ഉള്ള യുദ്ധമാണ്. ബംഗ്ലാദേശ് സ്വതന്ത്രമാകാൻ വേണ്ടി മുജീബിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യമാകാൻ വേണ്ടി അവർ സമരം പ്രഖ്യാപിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി മുജീബ് റഹ്മാന് സപ്പോർട്ട് കൊടുത്തപ്പോൾ പാകിസ്ഥാൻ പിണങ്ങി യുദ്ധമായി. ആ കാലത്ത് നടന്നൊരു സംഭവം എന്തെന്നറിയാവോ? പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിലേക്ക് ഇരച്ചു കയറുകയാണ്. അപ്പോഴും ബംഗ്ലാദേശിൽ ധാരാളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഓടി വന്നിട്ട് ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് ഇങ്ങനെ തമ്പടിച്ച് കിടക്കുകയാണ്. അന്ന് നടന്നൊരു സംഭവം പത്രത്തിൽ വന്നു. എന്താണെന്നറിയാവോ? ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഇന്ത്യയുടെ അതിർത്തിയിൽ ഇങ്ങനെ തമ്പടിച്ച് കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും സൗകര്യങ്ങളും കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ പറ്റിയില്ല. അപ്പോൾ പിന്നെ സന്നദ്ധ സംഘടനകളൊക്കെ വിളിച്ചു. അങ്ങനെ സംഘടനകൾ വന്നു. അവരിങ്ങനെ ബ്രെഡും ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഓരോ ടെൻ്റ് അടിച്ചിട്ട് താമസിക്കുകയാണ്. ആ ടെൻറ്റിലൊക്കെ റേഷൻ കാർഡുണ്ട്. ആ റേഷൻ കാർഡ് അനുസരിച്ചുള്ള ടെൻറ്റ് അനുസരിച്ച് അതിനൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ ഒരു ടീം ബ്രദേഴ്സൊക്കെ ഒരു ടീം വന്നപ്പോൾ, ഒരു വീടിനടുത്ത് വന്നപ്പോൾ ഒരു കാർഡ് കണ്ടു. അതിനകത്ത് അമ്മയും 8 മക്കളും 9 പേര്. അപ്പോൾ 9 പേരുണ്ട്. 9 പേർ കണക്കാക്കിയിട്ട് 9 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അമ്മയുടെ കൈ കൊടുത്തു. അമ്മ അത് വാങ്ങിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു അതേലോട്ട്. എന്നിട്ട് പറഞ്ഞു, ഈ ഈ ബ്രെഡ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കില്ലായിരുന്നു. അപ്പോൾ ഈ വോളണ്ടിയേഴ്സിനൊക്കെ ഒരു നിർദ്ദേശമുള്ളത്, ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, ഇവർക്ക് ഒത്തിരി മാനസിക സംഘർഷമുള്ളവർ, അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകളും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ബ്രദർ പറഞ്ഞു, അമ്മേ, ഭക്ഷണമില്ലാഞ്ഞിട്ടായിരിക്കും ഭർത്താവ് മരിച്ചത്. എന്നാ ചെയ്യാൻ, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയുക, അല്ല, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല എൻ്റെ ഭർത്താവ് മരിച്ചതെന്ന് പറഞ്ഞു കുറച്ച സ്വരത്തിൽ. അപ്പോൾ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മയോട് ഇരിക്കാൻ പറഞ്ഞു. ഇവരിരുന്നു ഘട്ടത്തിലിരുന്ന് വർത്താനം പറയുക. അപ്പോൾ അമ്മ പറഞ്ഞ സംഭവം എന്താണെന്നറിയാവോ? ഇവർ അങ്ങ് ബംഗ്ലാദേശിൽ ഒരു ഗ്രാമത്തിൽ താമസിക്കുകയായിരുന്നു. ഭാര്യയും ഭർത്താവും 9 മക്കളും. ഒരു ദിവസം പെട്ടെന്ന് പാകിസ്ഥാൻ പട്ടാളം ആ ഗ്രാമത്തിലേക്ക് ഇരിച്ചു കയറി.
കൊള്ളയും കൊലയും കൊള്ളയും ഒക്കെ നടക്കുകയാണ്. അപ്പോഴാളുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി, കൈ കിട്ടുന്നതിൻ്റെ വാരിക്കൊണ്ട് ഓടുക. ഇവരും അങ്ങനെ ഓടി. അപ്പനും അമ്മയും 9 മക്കളും, കുഞ്ഞുങ്ങൾ, ഇളയ കുഞ്ഞ് കൈക്കുഞ്ഞാണ്. പിന്നെ അവർക്കുണ്ടാകുന്ന ഭക്ഷണവും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വസ്ത്രം എടുത്തുകൊണ്ട് അവർ ഓടി. അങ്ങനെ ഓടി കുറേ ഓടുന്ന വഴിക്ക് ആയിട്ട് ഈ ഇളയ കുഞ്ഞ് മരിച്ചുപോയി. അതിനെ മണ്ണ് മാന്തി അവർ മൂടിയിട്ടിട്ട് പിന്നെ അവർ ഓടുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തീർന്നു. അങ്ങനെ 12 ദിവസം നടന്നും ഓടിയും എത്തിയിട്ടാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ വന്നത്. വന്നപ്പോൾ എന്താണെന്നറിയാമോ, വലിയ ജനക്കൂട്ടം. ഏതാണ്ട് കുറേ മണിക്കൂറുകൾ ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ്, ഈ ഭർത്താവ് ക്യൂ നിന്നിട്ടാണ് ഇവർക്ക് വീട് വെക്കാൻ വേണ്ടി ഒരു ടെൻറ്റ് അമേരിക്കയിൽ നിന്ന്, പിന്നെ ടർപ്പാൾ അമേരിക്കയിൽ നിന്ന് കിട്ടിയത്. അത് വാങ്ങിച്ചിട്ട് ടെൻ്റ് അടിച്ചിട്ട് അമ്മയും അപ്പനും മക്കളും, 8 മക്കൾ, ഒരു കൊച്ചു മരിച്ചു പോയത്, 8 പേരും ഇവരവിടെ കിടന്നു. പക്ഷേ തിന്നാനൊന്നുമില്ല, കുടിക്കാനും ഒന്നുമില്ല. ഈ കുട്ടികളെല്ലാം കിടന്നങ്ങ് നിലവിളിക്കാൻ തുടങ്ങി, കരഞ്ഞ് വിശന്നിട്ട് മേപ്പെട്ടും കീപ്പെട്ടും കരഞ്ഞ് വാളിയ. ഒന്നും കൊടുക്കാനായിട്ട് നല്ല വെള്ളം പോലും കിട്ടാനില്ല. കരഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം തളർന്ന് അതിലെല്ലാം വീഴാൻ തുടങ്ങി. ഇത് കണ്ടു നിൽക്കാനല്ലാതെ അപ്പനും അമ്മയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ അപ്പന് അങ്ങോട്ട് എന്തോ തീരുമാനിച്ച പോലെ ഇറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കടലാസ് കെട്ടിൽ കുറേ ഇറച്ചിയുണ്ട്. ആ ഇറച്ചി ഭാര്യയുടെ കൂടുതൽ പറഞ്ഞു, പിള്ളേരെല്ലാം പട്ടിണി കിടന്ന് വിഷമിക്കുകയാണ്, വേഗം ഇത് പാകം ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കിട്ടിയ കിട്ടാത്ത ഭാര്യ എന്ത് ചെയ്തു, ഈ ഉടനെ തന്നെ ഇറച്ചിയൊക്കെ മുറിച്ച് ഉണ്ടായിരുന്ന ഉപ്പുമുളകൊക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞ ശേഷം പിള്ളേർ ഓരോന്നിനും തട്ടി ഉണർത്തി അവർക്ക് തിന്നാനൊക്കെ കൊടുത്തു. അപ്പോൾ അവർ തിന്നാൻ തുടങ്ങിയപ്പോൾ ഉടനെ ഭാര്യ അമ്മ ഓർത്തു, ഭർത്താവും ഇങ്ങനെ പട്ടിണിയാണല്ലോ. ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞു. ഭർത്താവിനെ നോക്കി, കണ്ടില്ല. വിളിച്ചു, കണ്ടില്ല, അനങ്ങി. പിന്നെ നോക്കിയപ്പോൾ ഈ ടെൻറ്റിൻ്റെ മൂലയ്ക്ക് പുതപ്പ് മൂടി കിടപ്പുണ്ട്. വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അമ്മ ഭാര്യ ഓടിച്ചെന്ന് പുതപ്പ് മാറ്റിയിട്ട് തട്ടി വിളിച്ച് അനങ്ങുന്നില്ല. പുതപ്പ് മാറ്റി നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാവോ, ഈ മനുഷ്യൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുക. എന്താ കാരണം എന്നറിയാവോ, ഈ മനുഷ്യൻ കൊണ്ടുവന്ന് കൊടുത്ത മാംസം ഈ മനുഷ്യൻ്റെ സ്വന്തം തൊടയിലെ മാംസമാണ്. മക്കള് പട്ടിണി കിടന്ന് മരിക്കുന്നത് കാണാനായിട്ട് നിർവാഹമില്ല. അപ്പൻ മക്കൾക്ക് ഭക്ഷണമായി പിച്ചാത്തിയെടുത്ത് സ്വന്തം തൊടയിലെ രക്തം മുറിച്ച് കൊടുത്തു ഭാര്യയുടെ കയ്യിൽ. സ്വന്തം ഭർത്താവിൻ്റെ മാംസം മുറിക്കുവാനും വേവിക്കുവാനും മക്കൾക്ക് കൊടുക്കുവാനും ഭാഗ്യമോ ഭാഗ്യദോഷമോ ഉണ്ടായ ഒരമ്മ പറഞ്ഞ കഥയാണത്. നടന്ന സംഭവം അന്ന് മനോരമ പത്രത്തിൽ വന്നതാണ്. മക്കള് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൻ്റെ തൊടയിലെ മാംസം സ്വന്തം ചെത്തിയിട്ട് മക്കൾക്ക് വേവിച്ചു കൊടുക്കും. ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഈ സംഭവത്തെക്കുറിച്ച് എന്താ പറയുക? പറയുന്നത് എനിക്ക് ഇപ്പോഴും തൊണ്ടയിടറും. ഞാൻ പല സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊക്കെ തൊണ്ടയിടറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നവർക്കും തീർച്ചയായിട്ടും സങ്കടം വരും, കണ്ണുനീര് വരും. ഒരപ്പൻ സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം തൊടയിലെ മാംസം ചെത്തി കൊടുക്കുന്ന സ്നേഹത്തെക്കുറിച്ച് എന്താ പറയുക? ഏതെങ്കിലും വാക്കുണ്ടോ? ഏതെങ്കിലും കവികളുണ്ടോ? എനിക്ക് പൂർണ്ണമായി അത് വിവരിച്ച് പറയാനായിട്ടുള്ള വാക്കുകളൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, മനുഷ്യ സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള രൂപം ഇവിടെ കാണാം. ഒരപ്പന്റെ സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള രൂപം ഇവിടെ കാണാൻ സാധിക്കും. സ്വന്തം മാംസം മക്കൾക്ക് വേണ്ടി വേവിച്ചു കൊടുക്കുന്ന അപ്പന്റെ മനോഭാവവും സ്നേഹത്തിന്റെ ആഴവും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സത്യമാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മാംസം മുറിച്ചു കൊടുത്ത അപ്പന്റെ സ്നേഹം വലുതാണ്. പക്ഷേ ഈ അപ്പൻ മുറിച്ചു കൊടുത്ത മാംസം തൊടയിലെ മാംസമാണ്. എന്നാൽ ഇവിടെ അൾത്താരയിൽ പ്രത്യക്ഷമാകുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ ഹൃദയത്തിൽ ത്രസിക്കുന്ന രക്തം. ഞാനും നിങ്ങളും മനുഷ്യകുലം മുഴുവനും പാപത്തിന്റെ കടിയേറ്റി മരുഭൂമിയിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി, നിത്യമായി മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കർത്താവ് തരുന്ന തന്റെ മാംസം, തന്റെ ഹൃദയം കീറി നമുക്ക് നൽകുകയും ഹൃദയത്തിലെ രക്തം നമുക്ക് ഊറ്റിത്തരികയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് എന്താ പറയുക? ദൈവത്തിന്റെ സ്നേഹത്തെ എങ്ങനെയാണ് നമുക്ക് വാഴ്ത്തുക? അതുകൊണ്ടാണ് അറിവുള്ളവർ പറഞ്ഞ അവർണ്ണനീയമായ അങ്ങയുടെ ദാനത്തിന് സ്തുതി. കർത്താവ് യേശു മിശിഹായുടെ ഹൃദയം, ആ ഹൃദയത്തിലെ രക്തം നമുക്ക് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും വേണ്ടി കർത്താവ് സൗജന്യമായി നൽകുന്നു. മക്കളെ, നിങ്ങൾ ഇതൊക്കെ ഭക്ഷിക്കണം, നിങ്ങൾ പാനം ചെയ്യണം, എങ്കിലേ നിങ്ങൾ ജീവിക്കുകയുള്ളൂ. ഇത്രമാത്രം ശ്രേഷ്ഠമായതുകൊണ്ടാണ് വിശുദ്ധ കുർബാന കാണാൻ വേണ്ടി
അറിവുള്ളവരും നമ്മുടെ ചാച്ചന്മാരും അമ്മച്ചിമാരും വിശുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ മൈലുകൾ താണ്ടി വലിയ തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും വിശുദ്ധ കുർബാന കാണാൻ വേണ്ടി പോകുന്നത്. ഒരു ദിവസം ഒരു വീട്ടിലെ ഞായറാഴ്ച ചേട്ടൻ കുർബാന കാണാൻ പോവുക. അനുജനൊരു ആധുനിക മനുഷ്യനാണ്, വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തവന്. അപ്പൊ അനുജൻ പറഞ്ഞു, എടാ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചേട്ടനോട്. ചേട്ടൻ പറഞ്ഞു, ഞാൻ കുർബാന കാണാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞു. എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഈ ടിവിയുടെ മുന്നിൽ ടി വി കാണടാ, 8 വട്ടത്തിലുള്ള അപ്പം കാണാൻ വേണ്ടിയിട്ടല്ലേ നീ എങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അതേടാ 8 വട്ടത്തിലുള്ള അപ്പം കാണാൻ വേണ്ടി തന്നെ ഞാൻ പോകുന്നത്. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. എന്നും ഞാൻ പോകും, ഞാൻ മരിക്കുന്നവരെ ഞാൻ പോകും, അതാണ് എൻ്റെ ജീവൻ എന്ന് പറഞ്ഞു. ഈ അപ്പൻ, ഈ ചേട്ടൻ എവിടെയുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാം. ഈ അനുജനും എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഈ ചേട്ടൻ എവിടെയുണ്ടെന്ന് എവിടം വരെ എത്തിയെന്ന് എനിക്കറിയാം. ഈ അനുജൻ എവിടെ എത്തുമെന്ന് എനിക്കറിയാം. സ്നേഹമുള്ളവരെ, ഈ 8 വട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ ഹൃദയം സ്വീകരിക്കുന്നത്, അത് വാങ്ങുന്നത് നമ്മുടെ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി നമ്മൾ അർപ്പിക്കണം. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്തിട്ട് വേണം വരാൻ. കുർബാന അർപ്പിക്കുന്ന അച്ഛൻ കൈകൾ ശുദ്ധമാണോ എന്ന് പരിശോധിക്കണം, ഹൃദയം ശുദ്ധമാണോ എന്ന് പരിശോധിക്കണം. ജീവനുള്ളിടത്തോളം കാലം കുർബാന കാണണം. ജീവനുള്ളിടത്തോളം കാലം കുർബാനയിൽ പങ്കെടുക്കണം. അർത്ഥമറിഞ്ഞ് ബോധപൂർവം സജീവമായിട്ട് കുർബാനയിൽ പങ്കെടുക്കണം എന്നാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്.